ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സൈക്കിൾ റൈഡ് ആരംഭിക്കുകയാണ്. ഇന്ന് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഒരു 50 കിലോമീറ്റർ കവർ ചെയ്യണം എന്നാണ്. ഞാനൊരു കഴിഞ്ഞ ജൂലൈ മുതലാണ് സൈക്ലിംഗ് എന്ന് പറഞ്ഞ പരിപാടി ആരംഭിക്കുന്നത്. സൈക്ലിങ്ങിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം അല്ലെ, ഇങ്ങനത്തെ ഒരു സംഭവമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ തീരുമാനിക്കുകയാണ് സൈക്ലിംഗ് ചെയ്യണം, സൈക്കിൾ വാങ്ങിക്കണം. അങ്ങനെയാണ് ഈ സൈക്ലിങ്ങിലേക്ക് എത്തിയത്. ആദ്യം ഒരു 10 കിലോമീറ്ററൊക്കെ ആയിരുന്നു ഡെയിലി റൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. 10 കിലോമീറ്ററൊക്കെ ആയിരുന്നു റൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. സ്ഥിരം റൂട്ട്. ഇവിടുന്ന് നേരെ എടപ്പള്ളി വരെ പോകും. എടപ്പള്ളിയിൽ നിന്ന് സിഗ്നലിൽ നിന്ന് യൂ ടേൺ അടിച്ച് തിരിച്ച് ഇവിടെ വരും. അങ്ങനെയായിരുന്നു. കൂടുതൽ വൈകുന്നേരങ്ങളിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ എൻ്റെ ഒരു ടോപ്പ് പോയത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 65 കിലോമീറ്റർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ദിവസം ആലുവ പോകും. അപ്പോൾ ഒരു 40 കിലോമീറ്റർ രാവിലെ കവർ ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. മാർച്ച് മാസം മുതലാണ്, മാർച്ച് ഒരു ഫസ്റ്റ് വീക്ക് മുതലാണ് ഞാൻ കൃത്യമായിട്ടൊരു ഡെയിലി ഒരു 40 കിലോമീറ്റർ എന്ന് പറഞ്ഞൊരു പ്ലാനിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഞാൻ രാവിലെയും വൈകുന്നേരം റൈഡ് ചെയ്തതിൽ രാവിലെ ചെയ്യുമ്പോഴൊരു സുഖം എന്ന് പറഞ്ഞാൽ രാവിലേക്ക് ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ പ്രഭാതം എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു പരിപാടിയാണ്. നമുക്ക് നമ്മുടെ റോഡുകൾക്കും പ്രകൃതിക്കെല്ലാം ഒരു പ്രത്യേക മൂഡാണ്. ഇപ്പോൾ കടവന്ത്ര എത്തി. ഇന്നത്തെ റൂട്ട് പ്ലാൻ ചെയ്യുന്നത് കടവന്ത്രയിൽ നിന്ന് നേരെ മറൈൻ ഡ്രൈവ് വഴി ഗോശ്രീ പാലം കയറി അങ്ങനെ കറങ്ങി കളമശ്ശേരി പോയി, കളമശ്ശേരി ആലുവ പോയി, ആലുവക്ക് നിന്ന് തിരിച്ചു വരണമാണ് ഇന്നത്തെ ഒരു പ്ലാൻ. ഇപ്പം ഞാൻ മേനക എത്തി. എപ്പോഴും തിരക്കുള്ള ഈ സ്ഥലം നമുക്കിങ്ങനെ കാണണമെങ്കിൽ ഈ സമയത്ത് മാത്രമേ പറ്റൂ. വൈകുന്നേരം റൈഡ് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കിങ്ങനെ ഒരു ആംബിയൻസും കിട്ടില്ല. ഇതേപോലെ ഫ്രീ ആയിട്ടുള്ളൊരു ഫീലൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക. അങ്ങനെ ഹൈക്കോട് ജംഗ്ഷൻ കഴിഞ്ഞു നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഇന്ന് പ്ലാന് ചെറുതായിട്ടൊന്ന് മാറ്റി. ഇവിടുന്ന് കളമശ്ശേരി പോയിട്ട് ആലുവ വഴി പോയിട്ട് വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് 50 കിലോമീറ്റർ റേഞ്ച് കിട്ടില്ല ആ റൂട്ട് പോയി തിരിച്ചു വരുമ്പോൾ. അപ്പോൾ ഞാൻ വൈപ്പിൻ വരെ പോയിട്ട് അവിടുന്ന് തിരിച്ച് ഇതുവഴി തന്നെ പോയിട്ട് ആലുവ പോകുന്നതാണ് പ്ലാൻ ചെയ്യുന്നത്. ഇന്നലെ ഇതിൽ റൈഡ് ചെയ്യുമ്പോൾ മുഴുവൻ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ലൈറ്റുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല പാലത്തിൻ്റെ മേലെയുള്ള. ഒരുപക്ഷെ കറണ്ട് പോയതാവാം.
ഇന്ന് ഞാൻ കുറച്ച് വൈകി. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇപ്പോൾ 5:57. ഇന്നലെ ഞാൻ ഈ പാലം കയറിയാണ് പോയത്. ഇന്ന് താഴേക്കൂടെ പോകാനായിരിക്കുന്നു. ഞാൻ ഇന്നലെ DJയുടെ മൈക്ക് മിനി എന്ന് പറഞ്ഞ മൈക്ക് വാങ്ങിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ഒരു ടെസ്റ്റിങ്ങും കൂടി നടത്താമെന്ന് വിചാരിച്ചിട്ടാണ്. ഏകദേശം എത്ര ബാക്കപ്പ് കിട്ടും എന്നൊക്കെ നോക്കാമെന്നും കൂടി ഇന്നൊരു പ്ലാനുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഓൺ ചെയ്തതാണ് മൈക്ക്. ഇതുവരെയായിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം എത്ര ഏകദേശം ബാക്കപ്പ് ഉണ്ടാവും. അപ്പം ഞാനിനി ഇവിടുന്ന് യൂട്ടേൺ അടിച്ചിട്ട് തിരിച്ചു പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് കളമശ്ശേരിയിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ലൈഫിൽ ഞാനൊരിക്കലും ഒരു സൈക്കിൾ എടുക്കും അല്ലെ സൈക്കിൾ ഓടിക്കുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കാണാത്തൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു സൈക്കിൾ ഭ്രാന്ത് കയറുന്നു. അങ്ങനെ സൈക്കിൾ വാങ്ങിക്കണമെന്ന് തീരുമാനിക്കുന്നു. സാധാരണ ഞാൻ എന്ത് വാങ്ങിക്കാൻ തീരുമാനിച്ചാലും ഓൺലൈനിലെല്ലാം ഭീകരമായ റിസർച്ച് നടത്തി പിന്നെ അത് ഓർഡർ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത സംഭവങ്ങളുണ്ട് പിന്നീട് തോന്നുമ്പോൾ. അങ്ങനെയാണ് എന്ത് സാധനം വാങ്ങിക്കാറുള്ളത്. പക്ഷേ ഈ സൈക്കിള് വാങ്ങിച്ച സമയത്ത് അങ്ങനെ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു റിസർച്ചും കാര്യമായിട്ടൊന്നും നടത്തിയില്ല. ഞാൻ ഈ കൊച്ചിയിലുള്ള എല്ലാ സൈക്കിൾ കടയിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും അവസാനം ആണ് ഞാൻ ഡക്കാത്തലിനെത്തുന്നത്. ഡക്കാത്തലിൽ മൈറ്റില്ല. അവിടെ ഇങ്ങനെ കുറേ സൈക്കിളൊക്കെ കണ്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ടയറുള്ള സൈക്കിള്, അതിൻ്റെ ചെറിയ ടയറുള്ള സൈക്കിള്, പിന്നെ ഏറ്റവും ചെറിയ സൈക്കിള് ടയറുള്ള സൈക്കിൾ, അതാണ് സൈക്കിൾ എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു നോളജ്. ഡക്കാത്തലിലെത്തിയപ്പോൾ ഒരു അടിപൊളി കക്ഷിയെ ഞാൻ പരിചയപ്പെട്ടു. അവൻ്റെ പേരാണ് വർഗീസ്. ഭയങ്കര സൈക്കിൾ ഭ്രാന്തൻ. അപ്പോൾ അവൻ സൈക്കിളുകളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അവനിപ്പോഴാണ് ഒരു ഇന്ത്യ ടൂറ് കഴിഞ്ഞ വർഷം ഒക്കെ സൈക്കിളിൽ നടത്തിയിട്ട് വന്നത്. അപ്പോൾ അവൻ ഒരുപക്ഷെ അവൻ്റെ പാഷനായിരിക്കും എനിക്ക് ഷെയർ ചെയ്തതെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ വെച്ച് ഞാൻ സൈക്കിൾ എടുക്കാൻ തീരുമാനിക്കുന്നു. അവൻ സജസ്റ്റ് ചെയ്തതാണ് ഈ റിവർ സൈഡ് 500. അത് എടുത്തത് ലൈഫിലൊരു ബെസ്റ്റ് ഡിസിഷനായിട്ട് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ഇന്ന് സൈക്കിൾ വാങ്ങിച്ചത് കൊണ്ടാണ് ഇതുപോലത്തെ രാവിലത്തെ മികച്ച കാഴ്ചകൾ എനിക്ക് കാണാൻ പറ്റുന്നത്. അതൊരു രസമുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ വർഗീസിന് പ്രത്യേകിച്ച് നന്ദിയുണ്ട് ഇതേപോലത്തെ പ്രഭാതങ്ങൾ സമ്മാനിച്ചതിന്. അങ്ങനെ നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ മനുഷ്യരും നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിൽ നമ്മളെങ്ങനെ മുന്നോട്ട് പോകണം, എന്തായിരിക്കണം നമ്മുടെ ലൈഫ് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നതിൽ ഓരോരുത്തരും വലിയ രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഞാനാകെ ഉപയോഗിച്ച ഈ ഒരു സൈക്കിള് മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് സൈക്ലിങ്ങിനെ പറ്റി വലിയ ധാരണയില്ല. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ട ഒരു സൈക്കിളാണ്. ഏകദേശം ഞാനിട്ടൊരു
ഇതുവരെയായിട്ടും ഒരു 5,000-6,000 കിലോമീറ്ററിന് മേലെ ഓടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. കഴിഞ്ഞ മാസം മാത്രം ഞാൻ 800 കിലോമീറ്ററിനടുത്ത് ഓടി. ഈ മാസം ഞാൻ പ്ലാൻ ചെയ്യുന്നത് 1000 കിലോമീറ്റർ ഓടണമെന്നാണ്. ഏപ്രിൽ മാസത്തെ എൻ്റെ ഒരു ടാർഗറ്റ് 1000 കിലോമീറ്ററാണ്. രാവിലത്തെ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ ചോദിച്ചാൽ ഈ ആകാശത്തിൻ്റെ കളറാണ്. ഓരോ സമയവും ഭയങ്കര വ്യത്യസ്തമായ കളറുകൾ. അത് കണ്ട് തന്നെ നിങ്ങൾ അറിയണം. എന്നാൽ മാത്രമേ ഒരാൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതൊരു മാസ്മരമായിട്ടുള്ള കാര്യം. അതൊരു ഗംഭീര കളർ കോമ്പിനേഷനാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കളമശ്ശേരിയിലേക്കാണ് പോകാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഏകദേശം 14 കിലോമീറ്റർ ഓടി. 36 മിനിറ്റ് കൊണ്ടാണ് 16 കിലോമീറ്റർ കവർ ചെയ്തത്. സ്പീഡ് എന്ന് പറയുന്നത് 23.2 രാവിലെ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന മറ്റൊരു കാഴ്ചയാണ്. ഈ റോഡിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സ്കേറ്റിംഗ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അതൊരു ഭയങ്കര പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന കുറേ മനുഷ്യർ. അപ്പോൾ അവരെയൊക്കെ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ പൊന്നരിമംഗലം ടോൾ പ്ലാസയിൽ ഞാൻ എത്തി. ടോൾ കൊടുക്കണ്ടാതെ പോകുന്നതാണല്ലോ 2 വീലേഴ്സൊക്കെ. അതുകൊണ്ടായിരിക്കും ഇത് ഭയങ്കര ഡിപ്പൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. കുറച്ച് കഷ്ടപ്പെട്ട് പോയാൽ മതിയായിരിക്കും. ഈ റോഡിൽ നമ്മൾ സൈക്ലിങ് ചെയ്യുമ്പോൾ ഏറ്റവും ഗുണം എന്ന് വെച്ചാൽ വലിയ തിരക്കുണ്ടാവില്ല. രാവിലെ ഭയങ്കര കൂളായിരിക്കും, നല്ല കാറ്റുണ്ടാവും, ചുറ്റും മരങ്ങളും പച്ചപ്പും ഹരിതാഭയൊക്കെ ഉള്ള ഒരു ഫീലാണ്. ഞാനിങ്ങനെ ഇതുവഴി പോകുമ്പോൾ എപ്പോഴും നിന്ന് നോക്കാറുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ രാവിലെ തോണി പോകുന്നുണ്ടാവും. ഇത് ഭയങ്കര രസമുള്ള കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലമാണിത്. അപ്പം ഇങ്ങനെയുള്ള കുറേ നല്ല കാഴ്ചകൾ നമുക്ക് ഇങ്ങനെയുള്ള രാവിലത്തെ യാത്രയിൽ കിട്ടും. ഇത് കണ്ടില്ലേ, സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരികയാണ്. അതിൻ്റെ ഒരു ഭംഗി ഭയങ്കര രസമാണ്. ഈ കാഴ്ചകളാണ് ശരിക്കും രാവിലെ എഴുന്നേൽപ്പിക്കാൻ എന്നെ പ്രചോദിപ്പിക്കുന്നത്. ഇത് ഈ സമയത്തല്ലേ നമുക്ക് കാണാൻ പറ്റും.
ഇവിടുന്ന് നമ്മൾ അപ്പോൾ നാഷണൽ ഹൈവേയിലെത്തി നമ്മൾ. ഇവിടുന്ന് നമ്മൾ നേരെ തന്നെ പോകാനാണ് പരിപാടി. ഇവിടുന്ന് നേരെ കളമശ്ശേരിയിലേക്ക് നമ്മൾ പോകും. നമ്മളിതുവരെ 23 കിലോമീറ്റർ കവർ ചെയ്തു. 20.8 സ്പീഡ്. ടോട്ടൽ 1 മണിക്കൂർ 4 മിനിറ്റ് കൊടുത്തു. ഈ ഒരു കാഴ്ച നോക്കിയേ, ഇതൊരു ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അടുത്ത സിഗ്നലെത്തി. ഇതുവഴി വരുമ്പോൾ 2 സിഗ്നൽ ഉണ്ട്. വീണ്ടും അടുത്ത സിഗ്നലെത്തി. അങ്ങനെ കളമശ്ശേരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇനി ആലുവ പോകണം, എന്നിട്ട് തിരിച്ചു വരണം. ഇതാണ് ഇന്നത്തെ പ്ലാന്. ഞാൻ സാധാരണ നേരെ ഈ റൂട്ടാണ്, ആലുവയിലേക്ക് എടപ്പള്ളി വഴിയുള്ള റൂട്ടിലാണ് വരാറുള്ളത്. ഇപ്പോൾ ഒരാഴ്ചയായല്ലോ റൂട്ട് മാറ്റി പിടിച്ചിട്ട്. ആ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ കുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് പാലങ്ങൾ കുറവാണ്. അതുകൊണ്ട് നമുക്ക് നല്ല സ്പീഡിൽ യാത്ര ചെയ്യാൻ പറ്റും. ഒരു 1.25 മണിക്കൂർ കൊണ്ട് 40 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ കുറേ കുന്നുകളൊക്കെ ഉണ്ട്, കുറച്ചും കൂടി തളരും നമ്മൾ. പക്ഷെ എന്നാലും അതൊരു വേറെ എക്സ്പീരിയൻസാണ്. ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് DJയുടെ ഓസ്മോ 360 എന്ന് പറഞ്ഞ ക്യാമറയിലാണ്. 360 ക്യാമറ കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു ക്യാമറയാണ്, വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ വീക്കാണ് ഇത് വാങ്ങിച്ചത്. ഇതൊരു 360 ഡിഗ്രി ക്യാമറയാണ്. ഈ 360 ക്യാമറയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആംഗിളിനെ കുറിച്ചൊന്നും ബോധർ ചെയ്യണ്ട. പോസ്റ്റിൽ നമുക്ക് ആവശ്യമായ രീതിയിൽ റീഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ അതേസമയം ഇത് നമ്മളിപ്പോൾ ഒരു ആക്ഷൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന പോലെ ഷൂട്ട് ചെയ്തു അപ്പോൾ തന്നെ നമുക്ക് എടുത്ത് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിതൊരു പോസ്റ്റ് പ്രോസസ്സിങ് ഉണ്ട്. ഈ പ്രോസസ്സിങ് എന്ന് പറയുന്നത്
നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടാസ്ക്കാണ്. ടാസ്ക് മീൻസ് ഒരു വലിയൊരു 5 മിനിറ്റിലുള്ള ക്ലിപ്പാണെങ്കിൽ നല്ല സമയം എടുക്കും അത് റീഫ്രെയിം ചെയ്ത് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ ക്ലിപ്പിലാണ് കുഴപ്പമില്ല. പക്ഷെ അതിനുള്ള ക്ഷമയുണ്ടെങ്കിൽ ഇതിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതിനുള്ള സമയം ഉണ്ടെങ്കിൽ ഇത്തരം ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഗുണമാണെന്ന് ഞാൻ പറയും. നമ്മൾ ഏകദേശം 1.5 മണിക്കൂറായി റൈഡ് ചെയ്യുന്നു. അപ്പോൾ DJയുടെ ബാറ്ററി തീരാനായി. ഇനി ഒരു 14% ബാക്കിയുള്ളൂ. അപ്പം ബാറ്ററി മാറ്റണം. അങ്ങനെ നമ്മൾ ആലുവ എത്താറായി. അങ്ങനെ ആലുവ പോയില്ല, ഇതിൻ്റെ അടിയിലേക്ക് കൂടി അണ്ടർപാസിലൂടെ U-ടേൺ അടിച്ചു വരും. വീണ്ടും ഇവിടെ സിഗ്നൽ വന്നു. ഓക്കെ, ഇവിടുന്ന് ഞാൻ U-ടേൺ അടിക്കും. U-ടേൺ എടുത്തിട്ട് തിരിച്ച് നേരെ ഫ്ലാറ്റിലേക്ക്. ഒരു മഴ കിട്ടുമോയെന്നറിയില്ല, നല്ല ഇരുണ്ട് നിൽക്കുന്നത് പോലെയുണ്ട്. ചെറുതായി വെയിൽ വീണ്ടും വരുന്നുണ്ട്. പക്ഷെ എന്നാലും മഴയുടെ ഒരു ലക്ഷണം. മഴ കിട്ടിയാൽ നല്ല പണിയായി. ഏകദേശം 41.2 കിലോമീറ്റർ ഓടി. ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 24 കിലോമീറ്ററാണ്. ടോട്ടൽ 1 മണിക്കൂർ 48 മിനിറ്റും കൊണ്ടാണ് ഇത്ര ദൂരം ഞാൻ കവർ ചെയ്തത്. അങ്ങനെ എടപ്പള്ളിയിലെത്തി. ഇപ്പം 44 കിലോമീറ്റർ നമ്മൾ ഇതുവരെ റൈഡ് ചെയ്തു. എടപ്പള്ളിയിൽ നിന്ന് ഇനി പാലാരിവട്ടം നിന്ന് വൈറ്റിലേക്കൊന്ന് പോകും. അങ്ങനെ വൈറ്റിൽ എത്താറായി. ഞാനിതുവരെ 49.2 കിലോമീറ്റർ 2 മണിക്കൂർ 7 മിനിറ്റും ആവറേജ് സ്പീഡ് 26 ആണ്. അങ്ങനെ 50 കിലോമീറ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു 2 മണിക്കൂർ 9 മിനിറ്റ് കൊണ്ട്. ആവറേജ് സ്പീഡ് 32.5. അങ്ങനെ 50 കിലോമീറ്റർ ഇന്നും കംപ്ലീറ്റ്. അങ്ങനെ 2 ദിവസമായി കണ്ടിന്യൂസ് ആയിട്ട്
50 കിലോമീറ്റർ എന്ന ലക്ഷ്യം ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ റൈഡ് അവസാനിച്ചു. 2 മണിക്കൂറും 16 മിനിറ്റും കൊണ്ട് 52 പോയിൻറ്റ് സംതിങ് കിലോമീറ്റർ ഓടി. അപ്പോൾ ഓക്കെ, ബൈ.